ഏവർക്കും GK സ്ലൈസസ് കറണ്ട് അഫയേഴ്സ് ക്വിസിന്റെ ജനുവരി 2024 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രാദേശിക ഭാഷകളിൽ സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആപ്പാണ് ഇത്. ഇത് സ്റ്റഡി മെറ്റീരിയൽസ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാം എന്ന് UGCയുടെ ഒരു നിർദ്ദേശമുണ്ട്. പ്രാദേശിക ഭാഷകൾ അനേകമുള്ള ഇന്ത്യയിൽ ഭാഷാവ്യത്യാസം കമ്മ്യൂണിക്കേഷന് ഒരു തടസ്സമാവാതിരിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആപ്പ് നിർമ്മിച്ചത്. അനുവാദിനി വോയിസ് ആൻഡ് ഡോക്യുമെന്റ് AI ട്രാൻസ്ലേഷൻ ടൂളാണ് അനുവാദിനി. ഇതിൽ അനേകം ഫീച്ചറുകൾ ലഭ്യമാണ്. മെങ്സിയാങ് ഒരു ചൈനീസ് ഉപകരണത്തിന്റെ പേരാണ്. 150ഓളം സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചത്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഉപകരണം നിർമ്മിക്കുന്നത്. എന്താണിത്? ഓഷ്യൻ ഡ്രില്ലിംഗ് വെസൽ. ഇത് ഭൂമിയുടെ ക്രസ്റ്റ് തുളച്ചു കടന്ന് മാൻഡിൽ വരെ എത്താൻ ശേഷിയുള്ള ഒരു ഉപകരണമാണ്. 150 വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചത്. ഏത് എക്സ്ട്രീം കണ്ടീഷനിലും ഇതിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കപ്പലിൽ എംബഡ് ചെയ്തിരിക്കുന്ന ഉപകരണമാണിത്. ഓസ്കാർ അവാർഡ് നോമിനേഷൻ വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങി. ഓപ്പൻഹൈമർ, ബാർബി തുടങ്ങിയ പ്രശസ്ത ചിത്രങ്ങളെല്ലാം ലിസ്റ്റിലുണ്ട്. ചലച്ചിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനത്തിന് നൽകുന്ന അവാർഡിനും നോമിനേഷൻ വന്നു എന്ന വാർത്തയും കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ഓണറിംഗ് ദ വേഴ്സ്റ്റ് ഓഫ് സിനിമാറ്റിക് ഫെയിലിയേഴ്സ്. എന്താണ് ഈ പുരസ്കാരത്തിന് പറയുന്ന പേര്? Golden Raspberry Awards. The first Golden Raspberry Awards ceremony was held on March 31st, 1981 in John J.B. Wilson's living room, Ecklow in Hollywood. ജനുവരി 1 വുമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് വിക്ഷേപിച്ചു. ISROയുടെ ദൗത്യത്തിൽ, പ്രത്യേകിച്ച് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C-58 എക്സ്പോസാറ്റ് ദൗത്യത്തിൽ ദ്വിതീയ പേലോഡ് എന്ന നിലയിലാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. വനിതകൾ മാത്രം ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏത് സ്ഥാപനമാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്? ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ, LBSITW, തിരുവനന്തപുരം. വിദ്യാർത്ഥികളുടെ അക്കാഡമിക് ട്രാക്കിങ്ങിന് വേണ്ടി നിലവിൽ വരുന്ന സംവിധാനമാണ് അപാർ. ഡിജി ലോക്കൽ പോർട്ടൽ വഴി സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കുന്നത് ഒഴിവാക്കാനാവും. എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം? ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. പ്രിയപ്പെട്ടവരെ, GK സ്ലൈസസിന്റെ ഓരോ എപ്പിസോഡും പുതിയ വിജ്ഞാനങ്ങളാണ് നിങ്ങളിലേക്ക് പകരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. GK സ്ലൈസസ് തുടരുന്നു. മമാനി മുസ്ലിങ്ങളും ബുദ്ധരും ഏറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന എത്നിക് ഫുഡ് ഫെസ്റ്റിവലാണ്. ഏതു പ്രദേശത്താണ് ഇത് കൊണ്ടാടുന്നത്? കാർഗിൽ, ലഡാക്ക്. മതവിശ്വാസ പ്രകാരം ബുദ്ധിസത്തിലും ഇസ്ലാമിലും ഇങ്ങനെ ഒരു ആഘോഷമില്ല. എന്നാൽ പ്രാദേശിക കലണ്ടർ പ്രകാരം ജനുവരി 21 മമാനി മാസം അവസാനിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് വ്യത്യസ്ത ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി സാഹോദര്യത്തോടുകൂടി ഇവർ ഈ ഉത്സവം ആഘോഷിക്കുന്നു. അടുത്തിടെ ഇന്ത്യ ഏത് രാജ്യത്തെ മറികടന്നാണ് ആഗോളതലത്തിൽ 4ാമത്തെ വലിയ ഇക്വിറ്റി വിപണിയായി മാറിയത്? ഹോങ്കോങ്.
India recently overtook Hong Kong as the world's fourth largest equity market, boasting a market value of $4.33 trillion, surpassing Hong Kong's $4.29 trillion. ഇന്ത്യയിൽ നിലവിൽ 6 ക്ലാസിക്കൽ ഭാഷകളുണ്ട്. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. എന്നാൽ ചോദ്യം മറ്റൊരു ഭാഷയെക്കുറിച്ചാണ്. ഈ ഭാഷ ദാരി, തജിക് എന്നീ ഭാഷകളുടെ വ്യത്യസ്ത രൂപമാണ്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ഇന്ത്യയുടെ 9 ക്ലാസിക്കൽ ലാംഗ്വേജ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷകളിൽ ഒന്നും ആണിത്. ഇത് നമ്മുടെ ഏകദേശം അയൽ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയുമാണ്. ഫാഴ്സി, ഇത് ഇറാന്റെ ഔദ്യോഗിക ഭാഷയാണ്. The National Education Policy 2020 had noted that in addition to these classical languages, Pali, Persian and Prakrit and their works of literature too must be perceived for their richness and for the pleasure and enrichment of posterity. Wings India Awards 2024-ൽ ബെസ്റ്റ് എയർപോർട്ട് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വിമാനത്താവളങ്ങൾ ഏതൊക്കെ? കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. റോയൽ കരീബിയനിൽ നിന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഈ ആഴ്ച മിയാമിയിൽ വെച്ച് നാമകരണം ചെയ്യപ്പെട്ടു. എന്താണ് ഇതിന്റെ പേര്? ഐക്കൺ ഓഫ് ദി സീസ്. 2,50,800 ടൺ ഭാരമുള്ള ഈ കപ്പലിന് 8,000 ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. ഇതിൽ വാട്ടർ പാർക്ക്, വാട്ടർഫോൾസ്, റെസ്റ്റോറൻറ്റ്സ്, അതേപോലുള്ള എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റ് വെന്യൂസും ഒരുക്കിയിട്ടുണ്ട്. ചൈനയുമായുള്ള ദ്വീപിന്റെ ബന്ധത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തായ്വാൻ അടുത്തിടെ അതിന്റെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ പ്രൊഫഷൻ ആരംഭിച്ച അദ്ദേഹം വളരെ ക്ലേശകരമായ ചുറ്റുപാടിൽ നിന്നാണ് രാഷ്ട്രീയ നേതാവായി ഉയർന്നു വന്നത്. ആരാണിദ്ദേഹം? ലായ് ചിങ് തേ. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവാണ് ലായ് ചിങ് തേ. PPBL എന്ന സ്ഥാപനത്തിന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തി. നമുക്കെല്ലാം പരിചയമുള്ള ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണരൂപം. പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വിഡ്രോ ചെയ്യുക, വാലറ്റ് റീചാർജിംഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളിൽ ഇൻവോൾവ് ചെയ്യുന്നതിൽ പേടിഎമ്മിനെ RBI വിലക്കിയിട്ടുണ്ട്. ബഫലോ ബുൾബുൾ ഫൈറ്റിംഗ് തുടങ്ങിയ പരിപാടികൾ തുടങ്ങിയവ പുനരുജ്ജീവിപ്പിക്കാൻ ഈ സംസ്ഥാനം നടപടികൾ കൈക്കൊള്ളുന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ മൃഗസ്നേഹികൾ ഇതിനെ എതിർത്തിട്ടുണ്ട്. ഏത് സംസ്ഥാനം? ആസാം. ആസാമിന്റെ വിന്റർ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആയ മാഘ് ബിഹുവിനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്പോർട്സ് ഇനങ്ങൾ നടത്താറുണ്ട്. ജനുവരിയിലാണ് ഇത് സാധാരണ രീതിയിൽ നടത്തപ്പെടുക. അനേകം വെള്ളച്ചാട്ടങ്ങളും ധാതുക്കളും പ്രകൃതി വിഭവങ്ങളും കൊണ്ട് സമൃദ്ധമാക്കപ്പെട്ട സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ചാംപായ് സോരൻ. ലോകാരോഗ്യ സംഘടന പുതിയൊരു രോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നു. ഈ സാങ്കല്പിക രോഗകാരി അറിയപ്പെടുന്ന 25 വൈറസുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ന് പറയപ്പെടുന്നു. ചികിത്സകളില്ലാത്തതിനാൽ സമീപകാലത്തെ COVID-19 വൈറസിനേക്കാളും
20 മടങ്ങ് മാരകമായിരിക്കും എന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. ഡിസീസ് എക്സ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ മറ്റൊരു രാജ്യത്തെക്കുറിച്ചുള്ള വാർത്തയും പത്രത്തിൽ നിറഞ്ഞു. ജപ്പാൻ ആണ് ഈ നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ ലോക രാജ്യം. എന്താണ് ജപ്പാന്റെ ബഹിരാകാശ പേടകത്തിന്റെ പേര്? സ്ലിം. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. ഇറ്റ് ടച്ച്ഡ് ഡൗൺ നിയർ ദി. ഇത് ചന്ദ്രനിലെ ഷിയോളി ക്രാറ്ററിലാണ് ഇറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും ജനുവരി മാസത്തിലെ GK സ്ലൈസസ് കറണ്ട് അഫയേഴ്സ് ക്വിസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.